മുഹറം മാസത്തിനിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് എന്ന് നമുക്കറിയാം. ആ മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഹറം 10. മുഹറം 10നിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അതിൽ ചില ശ്രേഷ്ഠതകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. വീഡിയോ നിങ്ങൾ കാണുകയും മുഹറമിൻ്റെ ശ്രേഷ്ഠത, മുഹറം 10ൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മുഹറം 9ഉം 10ഉം. മുഹറം 10നിക്ക് ധാരാളം ശ്രേഷ്ഠതകൾ പല കിതാബുകളിലൂടെയും മഹാന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാൻ കഴിയും. വഖദ് വറദ ഫി ഫളലി ആശൂറ ആസാറുൻ കസീറത്തുൻ മിൻഹ. മുഹറം 9ൻ്റെ മുഹറം 10നിക്ക് ആശൂറ ദിവസത്തിനിക്ക് ധാരാളം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിച്ചത് മുഹറം 10നാണ്. അതുപോലെ തന്നെ വകാന ഖലഖഹു ഫീഹി, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അത് മുഹറം 10നാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് മുഹറം 10നാണ്. വഫീഹി ഖൽഖ അർശ വൽ ഖുർസിയ വസ്സമാവാതി വൽ അർള വശംശ വൽ ഖമറ വൻ നുജൂമ വൽ ജന്ന. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മുഹറം 10നാണ്. സ്വർഗം, നരകം, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ആകാശം, ഭൂമി ഒക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് മുഹറം 10നാണ്. വവുലിദ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടത് മുഹറം 10നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്. വകാനത്ത് നജാതുഹു മിനൻ നാരി ഫീഹി, ആദം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിൻ്റെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് അതും മുഹറം മാസത്തിലാണ്. മുഹറം 10നാണ്, ആശൂറയുടെ ദിവസമാണ്. വകസാലിക നജാത്തു മൂസ അലൈഹിസ്സലാം വമൻ മഅഹു, മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10നാണ്. വഅറഖ ഫിർഔനു വമൻ മഅഹു ഫീഹി, ഫിർഔനിനെയും അവൻ്റെ കൂടെയുള്ളവരെയും അല്ലാഹു തആല നൈൽ നദിയിൽ മുക്കി നശിപ്പിച്ച് മൂസാ നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് അത് മുഹറം 10നാണ്, മുഹറം മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണ്, ദിവസമാണ് ആശൂറയുടെ ദിവസം. വഫീഇ വലിദ ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടത് ആശൂറയുടെ ദിവസത്തിലാണ്. വഫീഇ റഫഅ ഇലസ്സമാ, ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തിയത് അതും ആശൂറയുടെ ദിവസത്തിലാണ്. വഫീഇ റഫഅ ഇദ്രീസ മകാനൻ ആലിയ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഉയർന്നതായിരിക്കുന്ന സ്ഥാനം നൽകിയത് അതും ഈ മുഹറം മാസത്തിലാണ്. വഫീഹി ഇസ്വദ്ദത സഫീനത്തു നൂഹ് അലൈഹിസ്സലാം അലൽ ജൂദി, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പർവ്വതം ജൂദി പർവ്വതത്തിന് മുകളിൽ നഗൂരമിട്ടത് അത് മുഹറം മാസത്തിലാണ്, ആശൂറയുടെ ദിവസത്തിലാണ്. വഉതിയ ഫീഹി സുലൈമാനുൽ മലിക്കുൽ അളീം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല രാജാധികാരം നൽകിയത് അതും മുഹറം മാസത്തിലാണ്. വഇഖ്റാജ് യൂനുസ മിൻ ബത്നിൽ ഹൂത്, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അത് മുഹറം ആശൂറയുടെ ദിവസത്തിലാണ്. നീനവ പ്രദേശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ സമ്മതം ലഭിക്കാതെ അവിടെ നിന്ന് യാത്ര ചെയ്യുകയും അങ്ങനെ ഒരു കപ്പലിൽ കയറി മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തുണ്ടായ സംഭവം ബഹുലമായിരിക്കുന്ന ചരിത്രമാണ്. ആ യാത്രയിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന് ചില പ്രയാസങ്ങൾ അനുഭവിക്കുകയും യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ യാത്രയിലുള്ളവർ, കപ്പലിലുള്ളവർ കടലിലേക്കിടുകയും അത് കാരണമായി മത്സ്യം വന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങുകയും ആ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ ചൊല്ലുകയും അങ്ങനെ ആ ദിക്റിൻ്റെ കാരണമായി കൊണ്ട്
യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്നത് അത് ആഷൂറയിൻ്റെ ദിവസമാണ്. വറദ്ദ ബസറഹു യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാഴ്ച തിരിച്ചു നൽകിയത് അത് മുഹറം മാസത്തിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പൊന്നോമന മകൻ്റെ വിരഹം കാരണമായി കൊണ്ട് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ആ കുപ്പായം കൊടുത്തയച്ചുകൊണ്ട് അവിടുന്ന് കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സംഭവം നടന്നത് മുഹറം 10-നാണ്, ആഷൂറയിൻ്റെ ദിവസമാണ്. അതുപോലെ വഇഖ്റാജു യൂസുഫ മിനൽ ഹുബ്ബ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടൻകിണറ്റിൽ കൊണ്ടുപോയിട്ട സംഭവമുണ്ട്. ആ പൊട്ടൻകിണറ്റിൽ നിന്ന് വെള്ളമില്ലാത്ത ആ കിണറിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് അത് ആഷൂറയിൻ്റെ ദിവസമാണ്. വകശ്ഫുദ്ദുർരി അയ്യൂബ് നബി അലൈഹിസ്സലാമിനിക്ക് വേദനാജനകമായിരിക്കുന്ന ഒരു രോഗം പിടിപെട്ടിരുന്നു. ആ രോഗത്തിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിക്ക് ശിഫ നൽകിയത്, ആ രോഗത്തിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം മോചിതനായത് ആഷൂറയിൻ്റെ ദിവസമാണ്. അവ്വലു മത്രി മൻസിലിൻ മിനസ്സമാ, ഭൂമിയിലേക്ക് ആദ്യമായി മഴ ഇറങ്ങിയത്, മഴ വർഷിച്ചത് അതും ആഷൂറയിൻ്റെ ദിവസമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 422-ാമത്തെ പേജിൽ നമുക്ക് ഈ സംഭവം കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസമാണ് ആഷൂറയിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഷൂറയിൻ്റെ ദിവസത്തിനെ നാം പ്രത്യേകമായി പരിഗണിക്കുകയും മുഹറം 10-നും അതുപോലെ തന്നെ മുഹറം 9-നും നാം നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന മുഹറമിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിക്കൊണ്ട് മുഹറം 9-നും 10-നും പ്രത്യേകമായി ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി നാം ശ്രമിക്കുക. ആ 2 ദിവസവും നാം നോമ്പനുഷ്ഠിക്കാനും വേണ്ടി ശ്രമിക്കണം. മുഹറം 9-ന് നോമ്പെടുക്കുന്നവർ താസുആഇൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കുന്നു എന്നും, മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിക്കുന്നവർ ആഷൂറയിൻ്റെ നോമ്പ് സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്നും നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.